ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് വാഹനം റോഡിൽ ഓടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ കുറച്ചധികം ആൾക്കാരുടെ ഡ്രൈവിങ്ങിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനം റോഡിൽ ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് കുറവാണ്. ഈ ഒരു കോൺഫിഡൻസ് കുറവ് എന്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി പല ആൾക്കാർക്കും വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയാതെ വരുന്ന ഒരു പ്രശ്നം ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് എടുക്കേണ്ട ചില മെത്തേഡുകൾ, ഡ്രൈവിംഗ് സൈക്കോളജികൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും കാറ് റോഡിൽ തനിയെ തന്നെ ഓടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കാനും ആൻസൈറ്റി ഡ്രൈവിംഗിൽ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്കും ഈ വീഡിയോ പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതായത് ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്തുള്ളൂ. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടിയുടെ താക്കോല് ഞാനിത് ഓൺ ചെയ്യുന്നു. വാഹനം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടോ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാഗ് എടുത്തോ ഒരുപാട് താമസം വന്നിട്ടല്ല ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തത്. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് ലാഗില്ല. ഒരുപാട് താമസത്തോടെ അല്ല ചെയ്യുന്നത്, ഒരുപാട് സ്പീഡിലും അല്ല ചെയ്യുന്നത്, ഒരു മീഡിയം ലെവലിലാണ് ചെയ്യുന്നത്. കാരണം പല ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. ചില ആൾക്കാർ വളരെ തിടുക്കത്തിൽ ചെയ്യും. ഇത് രണ്ടും ഡ്രൈവിങ്ങിൽ പ്രശ്നമാണ്. സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, വണ്ടി ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ, ഗിയർ ഇടുന്ന സമയത്തുണ്ടാകുന്ന ലാഗ്, ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ലാഗ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ വരും. ഗിയർ ഇടുന്ന സമയത്ത് മാറിപ്പോകുന്ന പ്രശ്നം, ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്ത് ചവിട്ടേണ്ട സിറ്റുവേഷൻ ചിലപ്പോൾ ഹാർഡ് ബ്രേക്ക് ആയി പോകും. ഇങ്ങനെയുള്ള ചില പ്രോബ്ലങ്ങൾ ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു മീഡിയം ഒരു ലെവലിൽ ഒരു സ്പീഡിൽ നിങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ്. എന്നിട്ടിപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് എല്ലാം റിലീസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്ന സമയത്ത് അതൊരു സൈക്കോളജിക്കൽ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇപ്പം ബ്രേക്കിൽ നിന്ന് കാലത്ത് ഞാൻ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി നിരപ്പായിട്ടുള്ളൊരു പ്രതലത്തിലാണ്. ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും കൂടെ ബാലൻസ് ചെയ്ത് പിടിക്കും. അതായത് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും ബാലൻസ് ചെയ്ത് ആക്സിലറേറ്റർ പെഡലിലും കൂടെ വെച്ചിട്ടാണ് ഈ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും ആക്സിലറേറ്ററും വന്ന് റെഡി ആയിട്ട് നിന്നാലുള്ള ഒരു ഗുണം, ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് മിറർ നോക്കി സെൻറ്റർ മിറർ നോക്കി പുറയുന്ന വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് ഇതുകൊണ്ട് ക്ലച്ച് അയച്ചുകൊണ്ട് ഉടൻ തന്നെ എനിക്ക് വാഹനത്തെ ഇതുകൊണ്ട് അയച്ച് നീക്കാനായിട്ട് കഴിയും. കണ്ടോ, അപ്പം അവിടെ നമുക്ക് വണ്ടി എടുക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു ലാഗും ഡ്രൈവിംഗ് വരത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്തു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് താമസം വെക്കരുത്. താമസം വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ വണ്ടി എപ്പോഴും പിടിച്ചേ പോകത്തുള്ളൂ. ഒരു വാഹനത്തിന് ഒരു പരിധിക്കപ്പുറം സ്പീഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു സുഖം, ഒരു നല്ല ഫീല് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇടത്തേക്കാൾ ജസ്റ്റ് ക്ലച്ചേ വെച്ചേക്കുക. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾ കൊടുക്കുക. സെക്കൻഡ് ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറി കുറെ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് വാഹനം വരും. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നിങ്ങൾക്ക് ലഭിക്കും. വാഹനത്തിന് ഒരുപാട് വണ്ടി ഇങ്ങനെ പിടിച്ചു പോകുന്ന ആ ഫീല് തുടക്കത്തിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകാറുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മാറിക്കിട്ടും. മനസ്സിലായി? വണ്ടി ഒരു ആവറേജ് റണ്ണിങ്ങിൽ പോകും, ഒരു മീഡിയം വേഗതയെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ എപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ്
കിട്ടണം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫിയർ നിങ്ങൾക്ക് മാറണം. അപ്പോൾ ഈ ഫിയർ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെ ഒരു വാഹനം വരുന്നത് പ്രശ്നമാണ്. സൈഡിൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഡ്രൈവിങ്ങിൽ പരിഹരിക്കാനായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വഴി നിങ്ങളെ ഞാൻ കാണിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ ഫിയറുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പ്രധാനമായിട്ട് പുറകിൽ നിന്ന് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങൾ റോഡിൻ്റെ നടുക്കാണ് ഓടിക്കുന്നത്. ഒന്നെങ്കിൽ റോഡിൻ്റെ നടുക്കാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് തീർത്തും സ്പീഡ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളാണ്. ഇപ്പം നിങ്ങൾ നോക്കി, ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നതുകൊണ്ട് ഇതുകൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനം കയറിപ്പോയി. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, ആ വാഹനം അവിടെ വളരെ ഈസി ആയിട്ട് തന്നെ കയറിപ്പോയി. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനം, എതിരെ വരുന്ന വണ്ടികൾ, ഇതെല്ലാം കയറിപ്പോയിക്കോളും. അപ്പം ലെഫ്റ്റ് സൈഡിന് നിങ്ങൾ അതുപോലെ ഡ്രൈവിങ്ങിൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് എന്ത് ചെയ്യുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡിൽ പോകരുത്. പിന്നീട് എന്ത് ചെയ്യണം, നിങ്ങൾ പതിയെ തേർഡ് ഗിയറും കൂടെ ഇട്ട് കൊടുക്കുക. തേർഡ് ഗിയർ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, മെല്ലെ നിങ്ങൾ ബ്രേക്ക് കാല് വെച്ച്, ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ച് ഇടത് സൈഡ് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും ലാഗ് വരുത്തരുത്. നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ വന്നു കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ നമുക്ക് പോകാം. അതുപോലെ തന്നെ ചെറിയ വളവോ വളരെ ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ പോലും തേർഡ് ഗിയറിൽ ഒരു വാഹനം പോകും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേർഡ് ഗിയർ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കണം. ഇതൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇടുങ്ങിയ റോഡിലൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ മൂന്നാമത്തെ ഗിയറിലാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഇനി ഇവിടെ മുന്നിലായിട്ട് എനിക്കൊരു കയറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കയറ്റം ഈ വളവിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇതുപോലെ അഡ്വാൻസ് സെക്കൻഡ് ഗിയർ കൊടുക്കുക. സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു കയറ്റം അല്ലെങ്കിൽ വാഹനം തേടി പോകാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അഡ്വാൻസ് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ആ കയറ്റമൊക്കെ കയറുന്നതിന് മുന്നേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴും ഡ്രൈവിങ്ങിൽ കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഇതുപോലെ ഇടത്തെ കാലെ ക്ലച്ചിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലും, അതുപോലെ തന്നെ ഒരു എതിരെ ഒരു വണ്ടി വന്നാലും ഒരു ജംഗ്ഷനോടൊക്കെ അടുത്ത് വരുമ്പോൾ പതിയെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കാനും, അതുപോലെ നമുക്ക് പെട്ടെന്ന് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒക്കെ നമുക്കത് ഉപകാരപ്പെടും. പെട്ടെന്ന് ക്ലച്ച് നമ്മൾ തപ്പിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കുണ്ട്, അത് ഒഴിവായി കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, പിന്നെ ഫസ്റ്റ് പോകാതിരിക്കുക, ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിക്കണം, നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഡ്രൈവിങ്ങിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പഠിച്ചെടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന്, നിങ്ങളുടെ ഒരു വാഹനം നിങ്ങൾക്ക് കയറ്റത്ത് നിർത്തിയെടുക്കാനായിട്ട് കഴിയണം. അപ്പം ഞാനത് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കയറ്റത്ത് വാഹനം നിങ്ങൾക്ക് സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയണം. ഇതാണ് മെയിൻ പോയിന്റ്. അപ്പം നമ്മുടെ വണ്ടി കയറ്റത്ത് നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ, ഈ 3 പെഡലും നമുക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കണം, എന്നിട്ട് ബ്രേക്ക് കാല് വെക്കുക, എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇത് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. പ്രോപ്പർ ബാലൻസ് ചെയ്ത് പിടിച്ചാൽ ഉടൻ തന്നെ ഇതുണ്ട്, ബ്രേക്ക് എന്ന് കാലെടുത്ത് ക്വിക്കായിട്ട് ആക്സിലറേഷൻ നമ്മൾ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ റിലീസ് ചെയ്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പതുക്കെ ഞാൻ അനക്കി. നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയറിൽ എൻ്റെ വാഹനം ഞാൻ പതിയെ അനക്കി. ഇപ്പോൾ ജസ്റ്റ് ഇടത്തെ കാല് ക്ലച്ചിൽ ഉണ്ട് താനും, എന്നാൽ ക്ലച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി നമുക്ക് സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അയച്ച് വണ്ടി സ്ലോ ചെയ്യുക. വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പതിയെ ആക്സിലറേഷൻ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ സ്ലോ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ ചെറിയൊരു സ്ലോപ്പാണ്. ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ക്ലച്ച് താഴ്ത്തി, ബ്രേക്കിലേക്ക് വരുന്നു പോലുമില്ല, എന്നിട്ട് ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് ക്ലച്ചും ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി എൻ്റെ കയറ്റത്ത് വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനും ആയതുകൊണ്ട് അനങ്ങി ഇങ്ങനെ പോവാണ്. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.